എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എക്സിക്യൂഷൻ എക്സലൻസിനെ പറ്റിയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ പ്ലാൻ ചെയ്താൽ അത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലീഡേഴ്സായിട്ട് ഓർഗനൈസേഷനിൽ നിൽക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിപ്പോൾ ഒരു സംരംഭകൻ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ സ്ഥാപനത്തിലെ കോർ ടീം, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാനേജേഴ്സ്, സെക്ഷൻ ഹെഡ്സ്, അങ്ങനെയുള്ള ലീഡേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കണം ഈ എക്സിക്യൂഷൻ എക്സലൻസ് എന്ന് പറയുന്ന ചിന്ത വരേണ്ടത്. എങ്ങനെയെങ്കിലും കാര്യം നടത്തുക എന്നുള്ളതല്ല, എക്സലൻ്റായ രൂപത്തിൽ കാര്യങ്ങൾ നടത്തുക എന്ന് പറയുന്നതാണ് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, പലപ്പോഴും ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും അവിടെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സായിട്ട് നിൽക്കുന്ന കമ്പനികൾ മറ്റുള്ളവരിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളതാണ് അതിനുള്ള വ്യത്യാസം. ഇതിനെയാണ് നമ്മൾ എക്സിക്യൂഷൻ എക്സലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിക്യൂഷൻ എക്സലൻസ് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്നൊന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ലീഡേഴ്സ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ എക്സിക്യൂഷൻ എക്സലൻസിൻ്റെ പ്രാധാന്യം. കാരണം ഇതൊരു സംസ്കാരമായി മാറേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം നടത്തുമ്പോൾ അത് വളരെ ഭംഗിയായി തന്നെ നടത്തിയെടുക്കണം എന്നുള്ളത് ഒരു ലീഡറിൻ്റെ ക്രിട്ടിക്കൽ റോളാണെന്ന് മനസ്സിലാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഓരോ ലീഡേഴ്സും അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഈ എക്സിക്യൂഷൻ എക്സലൻസ് എന്ന് പറയുന്ന സംസ്കാരം കെട്ടിപ്പടുത്തേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും വലിയ റിസൾട്ടുകൾ തുടങ്ങുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ടീമിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട എക്സിക്യൂഷൻ എക്സലൻസ് ഒരു സംസ്കാരമായി മാറ്റണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ളതാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ ടീമിൽ നിന്ന് എന്താണോ നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കുക, നമ്മളതൊന്ന് എക്സിബിറ്റ് ചെയ്യുക. ലീഡ് ബൈ എക്സാമ്പിൾ. കാരണം അവിടെ വർക്ക് എത്തിക്കായിരിക്കും, ഗോൾസിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരവാദിത്തം എടുക്കുന്ന ആളെന്നുള്ളത് നമ്മൾ തന്നെ സ്വയം കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ടീമിലുള്ളവർ കാണുകയാണ്, എൻ്റെ ലീഡർ, എൻ്റെ മാനേജർ, എൻ്റെ സൂപ്പർവൈസർ, അദ്ദേഹം തന്നെ നമുക്കൊരു റോൾ മോഡലാണ്. അതായിരിക്കും അവരിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ എന്താണോ, നമ്മുടെ ടീം മെമ്പേഴ്സിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ, അത് നമ്മൾ തന്നെ ചെയ്ത് കാണിക്കുക. ആ ഉത്തരവാദിത്ത ബോധം നമ്മളിലുണ്ടെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് അലൈൻ ഗോൾസ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്താണ് വേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മുടെ ടീമിലുള്ളവരെ ബോധ്യപ്പെടുത്തുക. നമ്മൾ പറയുക എന്നുള്ളതല്ല, ബോധ്യപ്പെടുത്തുക, സ്ഥിരീകരിക്കുക. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പല രീതിയിൽ, പലപ്പോഴും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിലൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവരെത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവരതിലേക്ക് എത്രത്തോളം കണക്റ്റഡ് ആയിട്ടുണ്ട്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതുമായിട്ട് അലൈൻഡ് ആയിട്ടാണോ നമ്മുടെ ടീം പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, വാല്യൂസ് എന്താണ്, നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജികൾ, എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയുന്നത്, ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പാകത്തിനാണോ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ പ്രവർത്തനം, അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി അവർക്ക് വ്യക്തമായ ധാരണയുണ്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് എക്സിക്യൂഷൻ എക്സലൻസിലേക്ക് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, എംപവർ ആൻഡ് ട്രസ്റ്റ് ദ ടീം. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ടീമിൻ്റെ ശാക്തീകരണം, ടീമിനെ ശക്തിപ്പെടുത്തുക, ടീമിനെ വളർത്തുക എന്നുള്ളതായിരിക്കണം ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നമ്മുടെ ടീമിൽ നമ്മുടെ കൂടെ കിട്ടിയ ആളുകൾ ശക്തിപ്പെട്ട് വരും തോറും നമ്മുടെ കഴിവും നമ്മുടെ അറിവും ഒക്കെ മികച്ചതായി വരികയാണ് ചെയ്യണത്. കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോഴാണ് പ്രാപ്തമാവുന്നത്. ടീമിനെ വിശ്വസിച്ചേ മതിയാവും. ടീമിലുള്ള ആളുകളെ മുഴുവൻ അവിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. ടീമിനെ വിശ്വസിച്ച് ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അവരത് ചെയ്തു തുടങ്ങുമ്പോൾ അടുത്തടുത്ത ലെവലിലേക്കുള്ള കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക, അവർക്കതിനുള്ള പവർ കൊടുക്കുക, അവരെ അതിന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് തുടങ്ങണം. കാരണം നമ്മളിന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ, ലീഡ് ബൈ എക്സാമ്പിൾ മുകളിൽ നിന്ന് വരേണ്ട കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് മുകളിൽ നിന്ന് വരേണ്ട കാര്യമാണ്, ടീമിനെ എംപവർ ചെയ്യേണ്ടതും അവരെ ട്രസ്റ്റ് ചെയ്യേണ്ടതും മുകളിൽ നിന്ന് തന്നെ വരേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ഥാപനത്തിൽ സംഭവിക്കുന്നത് എന്താ?
എന്ത് കാര്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ ആ എക്സിക്യൂഷൻ എക്സലൻസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വർഷങ്ങളിലും ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും നമ്മുടെ സ്ഥാപനത്തിന് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വ്യക്തമായി ചെയ്യണം. ആ വ്യക്തത എന്ന് പറയുന്നത് മേൽത്തട്ടിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തുക. എക്സിക്യൂഷൻ എക്സലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിട്ടയായ രൂപത്തിൽ ഭംഗിയായ നടത്തിപ്പ് ഉറപ്പുവരുത്തണമെങ്കിൽ അത് മേൽത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. താങ്ക് യു.